അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കൊരു വചനം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം. നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, അവിടുത്തെ വലിയ സാന്നിധ്യത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ഭൂമിയിൽ ഞങ്ങൾ ഏറ്റവും അധികം സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയിരിക്കുന്നത് അവിടുത്തെ സന്നിധിയിലാണ്. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ ഒരു കാലത്തും വിട്ടുമാറരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, അവിടുത്തെ നാമം മഹത്വമെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ നമ്മൾ വായിച്ച വേദഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ അത്ഭുതങ്ങളെല്ലാം കർത്താവിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് ശേഷം തൻ്റെ കുരിശു മരണം, ക്രൂശിൽ മരിക്കുന്ന സംഭവം, ആ വലിയ കാര്യം എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിലേക്ക് പാകിക്കൊടുക്കണം എന്ന് കർത്താവിന് ആഗ്രഹമുണ്ടായിരുന്നു. ഓരോ അത്ഭുതങ്ങൾ നടക്കുമ്പോഴും അതിലൊരു ആത്മീക സത്യമുണ്ടായിരുന്നു. ഈ സത്യം മനസ്സിലാക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിച്ചിരുന്നത്. കാനാവിലെ കല്യാണത്തിലെ പച്ചവെള്ളം വീഞ്ഞാക്കി എന്ന് പറയുമ്പോൾ നമുക്കത്രേ മനസ്സിലാകുന്നുള്ളൂ. എന്നാൽ ഇതുപോലെ പച്ചവെള്ളമായിരിക്കുന്ന ഒരു വസ്തുവിനെ ലഹരിയുള്ള, വീര്യമുള്ള, നിറമുള്ള, ഗുണമുള്ള വീഞ്ഞായി തീർക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാനസാന്തരം യേശുക്രിസ്തു മൂലം ഉണ്ടാകുവാൻ സാധിക്കും. സ്വഭാവം മാറുമെന്ന വലിയ സത്യമാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അങ്ങനെയെല്ലാം സംഭവങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും അപ്രകാരമാണ്. ഇവിടെ കർത്താവ് അത് തന്നെയാണ് പറയുന്നത്. ഒരുപക്ഷെ ഏറ്റവും നന്നായി ചിത്രീകരിക്കുന്ന ഒരു സംഭവമാണ് ഇത്. അതിൻ്റെ 2-ന്റെ-1 നമുക്ക് വേഗം വായിച്ച് കേൾക്കാം. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർനഹൂമിൽ ചെന്നു. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർനഹൂമിൽ ചെന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് യേശു അവിടെ വന്നിരുന്നു. ശരിയാണ്. കഫർനഹൂമിൽ കർത്താവ് ആദ്യം ചെന്നത് അവിടെ പള്ളിയിൽ ചെന്നു, ഉപദേശിച്ചു. വളരെ അധികാരമുള്ളവനായി പള്ളിയിൽ കർത്താവ് കഫർനഹൂമിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. മാത്രമല്ല അവിടെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവനോട് സംസാരിച്ചു. അശുദ്ധാത്മാവിനോട് സംസാരിക്കുവാൻ യേശുവിന് കഴിയും. യേശു ആ അശുദ്ധാത്മാവിനെ പുറത്താക്കി. അതിനുശേഷം
പത്രോസിന്റെ വീട്ടിൽ ചെന്നു. പത്രോസിന്റെ വീട്ടിൽ അമ്മായിയമ്മയ്ക്ക് അസുഖമായിരുന്നു, പനിയായിരുന്നു, വലിയ പനിയായിരുന്നു. എന്നാൽ അമ്മായിയമ്മയ്ക്ക് സൗഖ്യം കൊടുത്തു. അവളുടെ കൈക്ക് പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവർ യേശുവിനെ ശുശ്രൂഷിച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത്. അങ്ങനെ അനവധി അത്ഭുതങ്ങൾ കഫർന്നഹൂമിൽ കുറച്ച് ദിവസം മുമ്പ് ചെയ്തിരുന്നു. യേശു ഈ കഫർന്നഹൂമിലേക്ക് ചില ദിവസം കഴിഞ്ഞ ശേഷം വന്നു. യേശു വന്നിട്ട് അവൻ എന്താണ് സംസാരിച്ചത്? 2:2 വായിക്കും. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അവനവരോട് തിരുവചനം സംസാരിച്ചു. കഫർന്നഹൂമിൽ ഇതാ പത്രോസിന്റെ വീട്ടിൽ വീണ്ടും യേശു വരികയാണ്. അവനവിടെ വന്നപ്പോൾ ആളുകൾ വന്നുകൂടുകയാണ്. വീട്ടിൽ ആർക്കും നിൽക്കാനോ ഇരിക്കാനോ തിരിയാനോ സ്ഥലമില്ല. കാരണം അത്ഭുതങ്ങൾ കണ്ടവരാണ്. ഒരുപാട് അത്ഭുതങ്ങൾ കഴിഞ്ഞ ആഴ്ച കർത്താവ് ചെയ്തതാണ്. ആളുകളെല്ലാം ഓടിക്കൂടി, ഒരു നോട്ടീസും അടിച്ചില്ല. എല്ലാവരും യേശുവിനെ കാണാൻ, അത്ഭുതങ്ങൾ കാണാൻ, സൗഖ്യമാകുവാൻ വേണ്ടി ഓടിക്കൂടിയപ്പോൾ അവൻ അവരോട് തിരുവചനം സംസാരിച്ചു. അത്ഭുതങ്ങൾ കാണുവാൻ ഓടിക്കൂടിയ മനുഷ്യനോട്, ജനത്തോട് യേശു തിരുവചനം സംസാരിച്ചു. അപ്പോൾ ഹൃദയത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ വചനം നിറയുമ്പോൾ അത് തന്നെയാണ് പുറത്തു വരുന്നത്. അവൻ അവരോട് തിരുവചനം സംസാരിച്ചു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, തിരുവചനം എന്ന് പറയുമ്പോൾ മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ വീട്ടിൽ തിങ്ങി ആളുകൾ നിൽക്കുന്ന സമയത്ത് അവരോട് തിരുവചനം പറയുകയാണ്. മോശയുടെ ന്യായപ്രമാണത്തിൽ യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത്, സങ്കീർത്തന പുസ്തകത്തിൽ യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത്, പ്രവാചക പുസ്തകങ്ങളിൽ യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല, താൻ കഷ്ടമനുഭവിക്കേണ്ടതാണ്. താൻ കഷ്ടമനുഭവിച്ച് ക്രൂശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കണം. അതിനുശേഷം തൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പാപമോചനവും മാനസാന്തരവും ഭൂലോകത്തിൽ എങ്ങും ഘോഷിക്കപ്പെടണം, പ്രസംഗിക്കപ്പെടണം. ഇതെല്ലാം തൻ്റെ പ്രിയപ്പെട്ടതായ ഈ ജനത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യേശു അങ്ങനെ തിരുവചനം അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് 2:3-4 നമുക്ക് വായിച്ച് കേൾക്കാം. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ച് തുറന്നു. പക്ഷവാതക്കാരനെ കിടക്കിയോടെ ഇറക്കി വെച്ചു. ദൈവത്തിന്റെ സ്തോത്രം. 2 കാര്യങ്ങളാണ്. ഒന്ന്, അകത്ത് വലിയ ജനമാണ്, തിങ്ങി നിരങ്ങിയിരിക്കുക. പക്ഷേ ഈ പക്ഷവാതക്കാരൻ കിടക്കയിലാണ് അവനെ കൊണ്ടുവരുന്നത്. ഒരു നിവൃത്തിയുമില്ല ഇങ്ങോട്ട് കയറാൻ. ഒരു പക്ഷേ ആ 4 പേര് റിക്വസ്റ്റ് ചെയ്ത് കാണും, സുഖം നിങ്ങൾ കണ്ടല്ലോ, കിടക്കയിലാണ് ആള്, വളരെ ബുദ്ധിമുട്ടാണ്, ഒന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക്. എനിക്കറിഞ്ഞുകൂടാ ആരും വഴി കൊടുക്കാത്തതാണോ? അകത്ത് കയറിയ പുരുഷാരൻ നിമിത്തം അകത്ത് കയറാൻ പറ്റിയില്ല. നമ്മളൊക്കെ അകത്ത് കയറിയവരാ അല്ലേ? ഹോളിനകത്ത്, കൂട്ടായ്മയ്ക്കകത്ത്, ഇതെല്ലാം ശരിയാണ്. എന്നാൽ ഇവിടെ പറയുന്നത്, ഈ അകത്ത് കയറിയ പുരുഷാരൻ നിമിത്തം ഈ ആവശ്യക്കാരന് അകത്ത് കയറാൻ സാധിച്ചില്ല. അകത്ത് കയറിയ പുരുഷാരൻ നിമിത്തം 4 പേര് ഒരാവശ്യക്കാരനെയും ചുമന്നുകൊണ്ടുവന്നു. പക്ഷെ അവർക്ക് യേശുവിൻ്റെ അടുക്കലെത്തുവാൻ കഴിഞ്ഞില്ല. വളരെ ശാന്തമായി നാം ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് അകത്ത് കയറുവാൻ, യേശുവിനെ കാണുവാൻ തടസ്സമായി നിൽക്കുന്നുണ്ടോ? മറുവശത്ത് മറ്റൊരു കൂട്ടരുണ്ട്. എന്ത് വില കൊടുത്തും, 4 പേരുടെ കാര്യമാണ്, എന്ത് വില കൊടുത്തും യേശുവിൻ്റെ അടുക്കൽ ഇവനെ എത്തിക്കണം. അവർക്ക് നല്ല വിശ്വാസമാണ്, യേശുക്രിസ്തുവിന് കഴിയും ഈ തളർവാദ രോഗിയെ, പക്ഷവാത രോഗിയെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. അങ്ങനെ ചിന്തിക്കുന്നവർ അനേകരുണ്ട്. യേശുവിനെല്ലാം സാധിക്കും, ദൈവത്തിന് സാധിക്കാത്തതുണ്ടോ? ഇതൊക്കെ നമ്മൾ പറയും അല്ലേ? ശരിയാണ്. ആരെങ്കിലും ഒരു പ്രാർത്ഥന വിഷയം നമ്മോട് പറഞ്ഞാൽ നമ്മൾ പറയും, ദൈവത്തിന് സാധിക്കാത്ത കാര്യമുണ്ടോ? ശരിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്കൊന്നുണ്ട്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, ഈ വീട്ടിൽ എത്ര തിരക്കുണ്ടെങ്കിലും, ഒരു വഴി പോലും കാണാനില്ലെങ്കിലും, ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യത്തോടുകൂടെ യേശുവിൻ്റെ അടുക്കിലേക്ക് ആ 4 പേര് ഇവരെ കൊണ്ടുവരികയാണ്. നമ്മുടെ കർത്താവ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് എല്ലാം, അവൻ ഹൃദയവും
പുറവും അകവും പുറവും എല്ലാം അറിയുന്ന കർത്താവാണ്. കർത്താവ് കാണുകെ നമ്മുടെ തീരുമാനം മറ്റുള്ളവരുടെ മുമ്പാകെ നാം പരസ്യമായി യേശുവിനെ സാക്ഷിക്കുന്നവരാകണം. അങ്ങനെ നാം ചെയ്യുമ്പോൾ പുറത്തുള്ളവർ അകത്തു വരാൻ സാധിക്കും. നമ്മൾ ചിലരെയൊക്കെ വിധി എഴുതും. അവൻ സൺഡേ സ്കൂളിൽ പോകുന്നില്ല, അവൻ പള്ളിയിൽ വരാറില്ല, അവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല, അവൻ മദ്യപിക്കുന്നവനാണ്. ഇങ്ങനെ ചിലരെ വിധി എഴുതി അവരോട് സംസാരിക്കുക പോലും ചിലപ്പോൾ നമ്മൾ ചെയ്യുകയില്ല. ഒരിക്കലും അങ്ങനെ ആകരുത്. ഒരു മനുഷ്യനെയും വിധിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. എന്നെ കർത്താവ് എപ്രകാരം സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും കർത്താവായ യേശു ക്രിസ്തു സ്നേഹിക്കുന്നു. ഈ സത്യം നാം മനസ്സിലാക്കിയാൽ എങ്ങനെയും യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നാം ഉത്സാഹിക്കും. അപ്പോൾ അവര് എന്ത് ചെയ്തു? കിടക്കയോടെ ഇറക്കി വെച്ചു. കിടക്കയോടെ ഇറക്കി വെച്ചു. ആലോചിച്ച് നോക്കി, ഈ കിടക്കയോടെ ആ പുരയുടെ മുകളിൽ ഒരു നിമിഷം അത് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. ആരുടെ വീടാണ്? പത്രോസിന്റെ വീടാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5:19 വായിക്കാം. 5:19. പുരുഷാരം ഹേതുവായി അവനെ അകത്ത് കൊണ്ടുചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുറമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന് മുമ്പിൽ ഇറക്കി വെച്ചു. ദൈവത്തിന് സ്തോത്രം. പുരമേൽ കയറി ഓട് നീക്കി കിടക്കയോടുകൂടെ യേശുവിൻ്റെ മുമ്പാകെ ഇറക്കി വെച്ചു. അപ്പം ഞാൻ വീട്ടുകാരെ നമ്മൾ ഒന്ന് ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകും? നമ്മുടെ വീടാണെങ്കിൽ അന്ന് ഓട് വെച്ച വീടാന്നുള്ളത് വ്യക്തമാണ്. ആ വീട്ടുകാര് അവര് എന്ത് സൗമനസ്യമുള്ളവരാണ്. ഓട് നീക്കി ആൾക്കാരെല്ലാം ഇരിക്കുകയാണ്, നടുവിൽ യേശു ഇരിക്കുന്നു. ഇതാ കയറിൽ തൂക്കി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഒരു പക്ഷേ ഈ പക്ഷപാതക്കാരൻ അവൻ്റെ എല്ലാ ആശയും നശിച്ചവനായിരിക്കാം. എന്നാൽ അവനെ സ്നേഹിക്കുന്ന 4 സ്നേഹിതന്മാരുണ്ടായിരുന്നു. അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന 4 സ്നേഹിതരുണ്ടായിരുന്നു. ആ 4 സ്നേഹിതർ ഇതാ യേശുവിൻ്റെ അടുക്കിലേക്ക് അവനെ ഇറക്കി വെക്കുകയാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് കട്ടിലോടുകൂടെ ഇറക്കി വെച്ചുവെന്നാണ് വചനം പറയുന്നത്. ഏത് അവസ്ഥയിലും ഭാരത്തിൻ്റെ, പ്രയാസത്തിൻ്റെ, കണ്ണുനീരിൻ്റെ, മരിച്ച അവസ്ഥയാണെങ്കിലും എല്ലാ ഭാരങ്ങളും കട്ടിലോടുകൂടെ ഇറക്കി വറ്റാൻ പറ്റിയ ഒരു സന്നിധിയാണ് യേശു ക്രിസ്തുവിൻ്റെ സന്നിധി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരം യേശുവിൻ്റെ മുമ്പാകെ നിങ്ങളുടെ ജീവിതം ഇറക്കി വെച്ചിട്ടുണ്ടോ? ആരും സഹായിക്കാനില്ലാത്തൊരു വ്യക്തിയാണ് ഈ തളർവാദ രോഗി. സ്വന്തമായിട്ട് ഒന്നും അവന് ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ ഇതാ 4 സ്നേഹിതന്മാർ അവനെ ഇറക്കി വെക്കുകയാണ് യേശുവിൻ്റെ മുമ്പാകെ. ഒരു വാക്ക് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇറക്കി വെക്കാൻ പറ്റിയ ഒരിടമാണ് യേശുവിൻ്റെ സന്നിധാനം. ജീവിതത്തിൽ ഇത് അനുഭവിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇത് അനുഭവമാക്കണം. ഇല്ലെങ്കിൽ ഏറ്റവും അടുത്ത സമയത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും യേശുവിനോട് പറയാം. നമുക്ക് വായിക്കാം, 2:5 നമുക്ക് വായിക്കാം. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ വചനം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് സംഭവിച്ചത്? യേശു ഈ ചുമന്നുകൊണ്ടുവന്ന 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തു എന്നല്ല, പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. മറ്റൊരു സുവിശേഷത്തിൽ, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. ഇതിൻ്റെ കാരണം, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിഷയം എന്നുള്ളത് അവൻ്റെ പാപമാണ്. പാപം മനുഷ്യനെ ധൈര്യഹീനനാക്കുന്നു. അവൻ്റെ ധൈര്യം ചോർന്നു പോകുന്നു. ഭയം മനുഷ്യന് വരുന്നു. ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഈ ഭയം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഭയം വരാത്ത ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല. എത്ര നിരീശ്വരനാണെങ്കിലും, എത്ര അഹങ്കാരമുള്ള മനുഷ്യനാണെങ്കിലും ഭയം വരാത്ത ഒരു സമയം മനുഷ്യന് ഉണ്ടാവുകയില്ല. ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ഞാൻ മരിച്ചു പോകുമോ എന്നുള്ള ഭയമാണ്. ഒരു രോഗം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ, ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ മരിച്ചു പോകുമോ എന്നുള്ള ഭയം. അതുകൊണ്ട് ഏറ്റവും വലിയ ഭയം മരണ ഭയമാണ്.
ഇതിൻ്റെ എല്ലാം തുടക്കമെന്ന് പറയുന്നത് പാപം എന്നുള്ളതാണ്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ്റെ ജന്മന അഥവാ അവൻ ജനിച്ച അന്ന് മുതൽ ഈ ഭയം അവനെ പിന്തുടരുകയാണ്. ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത് അതാണ്. അവർ ഒളിച്ചു, ഭയപ്പെട്ടൊളിച്ചു. തോട്ടത്തിൽ നിന്റെ ശബ്ദം കേട്ട് ഞങ്ങൾ ഭയപ്പെട്ടു എന്നാണ് ആദം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ഭയം മാറ്റുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ഈ ഭയം എന്നേക്കുമായി മാറ്റുവാൻ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിക്കുവാനാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കാൻ പോവുകയാണ്. ഈ സത്യം തൻ്റെ പ്രിയപ്പെട്ട മുമ്പിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അവർക്കത് ബോധ്യമായാൽ അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടാൽ അനുഭവത്തിൽ അവർ പറയും, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ തൊട്ടത് ജീവന്റെ വചനമെന്ന് അവർ സാക്ഷിച്ച് പാപികളായ പുറത്തുള്ള അനേകരോട് സുവിശേഷിക്കും. ഈ സന്തോഷം ഉള്ളിൽ പറഞ്ഞുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. ആ പക്ഷവാതക്കാരൻ വരുമ്പോൾ വരുന്ന വഴിക്ക് ആ ഗേറ്റിൻ്റെ അവിടെ വെച്ച് തന്നെ അവിടെ ആ ചേട്ടൻ പറയും, ദേ എന്താന്നുള്ള അസുഖം എന്താണെന്ന് എഴുതി പ്രാർത്ഥനാ വിഷയം ഒന്ന് എഴുതാൻ പറയും അല്ലേ. അവരെന്തെഴുതും? പേര് ഇന്നത്, വീട് കഫർനഹൂം, പ്രാർത്ഥനാ വിഷയം തളർവാദം, പക്ഷവാതം, എത്ര എഴുതും അല്ലേ? വേറൊന്നും എഴുതൂല്ല. അപ്പൊ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് പാപമോ വേറൊന്നുമല്ല, പക്ഷവാതം, തളർവാദം, ഇതാണ് പ്രാർത്ഥനാ വിഷയം. ഈ പ്രാർത്ഥനാ കാർഡുമായി വരുന്ന വ്യക്തിയോട് യേശു പറയുകയാണ്, നിന്റെ പാപങ്ങൾ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു, ഒരു ഭാവനയാണ്. ഒരു കാടിൻ്റെ വശത്ത് പല സ്ഥലങ്ങളുണ്ടല്ലോ, ഞങ്ങളുടെ ഇരിങ്ങോള് അവിടെ ഒരു വനമുണ്ട്. ആ വനത്തിൻ്റെ ഇപ്പുറം വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ പശുവിനെ അവിടെ കെട്ടിയിട്ടുണ്ട്. പശു നല്ല പച്ച പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. വനമാണ്, ഘോര വനമാണ് തൊട്ടപ്പുറം വനത്തിൻ്റെ അതിർത്തിയിൽ. പച്ച പുല്ല് തിന്നുകൊണ്ട് പശു നിൽക്കുന്ന സമയത്ത് പശു ഇങ്ങനെ പതുക്കെ സാവധാനം എല്ലാം കണ്ട്, കാഴ്ചയെല്ലാം കണ്ട് സമാധാനമായി സ്വൈര്യമായി പുല്ല് തിന്നുകൊണ്ടിരിക്കുക. മിനിഞ്ഞാന്ന് കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ ആ പുല്ല് തിന്നുന്ന സമയത്ത് ഒരു പ്രാണി മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ വട്ടം ചുറ്റുക. പശുവിന് ഇന്നലെ അങ്ങ് ക്ഷമിച്ചു. ഇന്നും പുല്ല് തിന്നാൻ നേരത്ത് ഈ പ്രാണി ഇവിടെ ഇങ്ങനെ വട്ടം ചുറ്റുക. സങ്കല്പിക്കുക, പശു പ്രാർത്ഥനാ വിഷയവുമായിട്ട് നമ്മുടെ അടുക്കൽ വരികയാണ്. എന്തായിരിക്കും? 2 ദിവസമായിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ മുതലൊരു പ്രയാസം. ഇന്നലെ ഒരു പ്രാണി എൻ്റെ മൂക്കത്തിങ്ങനെ വട്ടം ചുറ്റും. എനിക്ക് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. നല്ല പുല്ലുണ്ട്, എൻ്റെ യജമാനൻ നല്ല പുല്ലുള്ള സ്ഥലത്താണ് കെട്ടിയിരിക്കുന്നത്. വേറെ ഒരു പ്രശ്നവും ഒരു ഭാഗത്തും ഇല്ല. ഈ പ്രാണി 2 ദിവസമായിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുക. അറിയാമല്ലോ, കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അയവിറക്കാനുള്ളതാണ്. അതൊന്നും സാധിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഈ പ്രാണിയുടെ ഉപദ്രവത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം. തെറ്റല്ല, ശരിയായൊരു പ്രാർത്ഥനാ വിഷയമാണ്. പ്രാണി വലിയ ശല്യം ഉണ്ടാക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ പശു കാണാത്തൊരു കാര്യം പുറത്തുണ്ട്. പശുവിൻ്റെ തൊട്ടുപുറകിൽ 2 പുലി. പശുവിൻ്റെ തൊട്ടുപുറകിൽ 2 പുലി ചാടാൻ വേണ്ടി നിൽക്കുവാണ് ഈ പ്രാർത്ഥനാ വിഷയം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ. അത് പശു കാണുന്നില്ല. പശുവിന് ഈ പ്രാണിയെ കാണാവുള്ളൂ. അത് കണ്ണുകൊണ്ട് കാണുന്നത് ഈ പ്രാണിയുടെ ഉപദ്രവം മാത്രമാണ്. ഇത് തന്നെയാണ് മനുഷ്യനും. എന്നാൽ ദൈവം നോക്കുമ്പോഴോ, ഒരു നിമിഷം മാറിയാൽ കടിച്ചു തിന്ന് അവസാനം എല്ല് കഷണം മാത്രം, കുറെ രോമമുള്ള തൊലിയും കണ്ടു. തീർന്നു, പശുവിൻ്റെ കാര്യം തീർന്നു. പാവം പശു ഇതൊന്നും അറിയുന്നില്ല. ഇതാണ് മനുഷ്യനും. നമ്മുടെ പല പ്രാർത്ഥനാ വിഷയവും ഇപ്രകാരമാണ്. ഒരിക്കലും പ്രാർത്ഥനാ വിഷയം തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ വിഷയം ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ഒന്നിരുന്നാൽ ചിലപ്പോൾ അതല്ല പ്രാർത്ഥനാ വിഷയം എന്ന് നമുക്ക് തോന്നും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇവിടെ യേശു ഇവനോട് പറയുന്നത് നിന്റെ പാപങ്ങൾ എന്നാണ്. നമ്മളാണെങ്കിൽ പറയും, എന്ത് കഷ്ടമാണ്, എത്ര കഷ്ടപ്പെട്ടാണ് ആ 4 പേര് ഒരു സൗഖ്യം കിട്ടാൻ വേണ്ടി കൊണ്ടുവന്നത് കൂട്ടായ്മയിലേക്ക്. എന്നിട്ട് പറയുകയാണ് ആ മനുഷ്യനോട് നിന്റെ പാപങ്ങൾ. ഇതൊരു മര്യാദയാണ്. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇത്രയും പേരിരിക്കുന്ന സമയത്ത്
ഈ സുഖമില്ലാത്ത എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിക്കാത്ത പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ, പ്രിയപ്പെട്ടവരെ, യേശുവിന് തെറ്റുപറ്റിയിട്ടില്ല. യേശുവിനറിയാം ഇവന്റെ പാപങ്ങളാണ് ഇവന്റെ രോഗത്തിന് കാരണം. എല്ലാ രോഗത്തിനും കാരണം പാപങ്ങളാകണമെന്നില്ല. യേശു പറഞ്ഞു നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവരുടെ വിശ്വാസം കണ്ടിട്ട് അതാണ് എന്നെ ഞെട്ടിപ്പിച്ചത്. ഒരാൾക്ക് പകരം മറ്റൊരാൾക്ക് വിശ്വസിക്കാമോ? നിങ്ങൾ ചിന്തിക്കൂ. ഒരാൾക്ക് പകരം മറ്റൊരാൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? എന്നാൽ ഈ വചനം വളരെ വ്യക്തമായി പറയുന്നു, അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് അവരോടല്ല കർത്താവ് പറഞ്ഞത്, പക്ഷപാതക്കാരനോട്. 4 പേരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ ധൈര്യമായിരിക്ക, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. വലിയ ആശ്വാസമാണ്. ഇതൊരു വലിയ സത്യമാണ്. അപ്പോൾ അവർക്ക് വലിയ അത്ഭുതമായി. എങ്ങനെ സാധിക്കും? ദൈവത്തിന് മാത്രമാണ് പാപത്തെ മോചിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമുക്കറിയാം യേശുവിനത് സാധിക്കുമെന്ന് നമുക്കറിയാം. അന്ന് പരീശന്മാരും ശാസ്ത്രിമാരും വളരെ വിവാദമുണ്ടായി. എന്താണ് ഈ മനുഷ്യൻ പറയുന്നത്? ദൈവത്തിന് മാത്രമല്ലേ പാപങ്ങൾ മോചിക്കാൻ സാധിക്കുകയുള്ളൂ? അവർ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഏതാണ് എളുപ്പം? പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം? നിങ്ങളൊന്ന് ചിന്തിച്ചേ. സംശയം എന്നാ? എളുപ്പം എന്താ? പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നത് പറയാൻ എളുപ്പം. ഗൗരവമേറിയ കാര്യം, പ്രധാന കാര്യം അതാണെങ്കിലും പറയാൻ എളുപ്പം. പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു ആർക്കും പറയാം അല്ലേ? ടെസ്റ്റ് ഒന്നുമില്ല. എങ്ങനെയാ പരീക്ഷിക്കണേ? എങ്ങനെയാ അറിയണേ? മറിച്ച് നിന്റെ കിടക്ക എടുത്ത് നടക്കാന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ നടക്കണം, ഇല്ലെങ്കിൽ ഫൗളായി പോയി, പറഞ്ഞു തെറ്റിപ്പോയി. അപ്പോൾ പറയാൻ എളുപ്പം, പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അത് പറഞ്ഞിട്ട് അടുത്ത വാക്യം, പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന്, യേശുക്രിസ്തുവിന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് കർത്താവ് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കായ. സ്തോത്രം. അപ്പോൾ അവിടെ വെളിപ്പെട്ടു യേശു ദൈവമാണ്. വെളിപ്പെട്ടു. കാരണം അവരെല്ലാവരും പറഞ്ഞു ദൈവത്തിന് മാത്രമേ പാപങ്ങൾ ക്ഷമിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ കർത്താവ് പറഞ്ഞു നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞു പാപങ്ങൾ ക്ഷമിക്കുവാൻ യേശുക്രിസ്തുവിന്, മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് ലോകമറിയുവാൻ കർത്താവ് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കായ. ക്ഷണത്തിൽ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടന്നു. ദൈവത്തിൻ്റെ മഹത്വം. വലിയ കാര്യമാണ് അവിടെ സംഭവിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ശാന്തമായി നാം ചിന്തിക്കാം. 4 സ്നേഹിതന്മാർ ചുമക്കുവാനുണ്ടായിരുന്നു. ആരെയെങ്കിലും യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ മനഃപൂർവ്വമായി നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെയൊരു പതിവ്, സ്വഭാവം നമുക്കുണ്ടോ? എനിക്കറിയാം ഈ കൂട്ടായ്മയിൽ വരുന്ന അനേകര് ആരും അറിയുന്നില്ല. എന്നാൽ മറ്റുള്ളവരോട് വചനം പറഞ്ഞ് ദൈവവചനത്തിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിൻ്റെ ചര്യയായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യേശുവിന് എന്ത് വലിയ സന്തോഷമായിരുന്നു. ഈ 4 പേര് അവനെ ചുമന്നുകൊണ്ട് വരുന്നത് കണ്ട് കർത്താവിന് എന്ത് വലിയ സന്തോഷമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പാപങ്ങളെ മോചിക്കുവാൻ യേശുക്രിസ്തുവിന് അധികാരമുണ്ട് എന്ന് കർത്താവ് അവിടെ തെളിയിക്കുകയാണ്. യേശു ദൈവമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഒരച്ഛൻ്റെ പാട്ടുണ്ട്, രോഗക്കിടക്ക മടക്കിയെടുത്ത് ശാപക്കിടക്ക ചുരുട്ടിയെടുത്ത് ജീവനിലേക്ക് നടന്നു പോകും ഞാൻ. സ്തോത്രം. അത് യേശുവിന് മാത്രമേ സാധിക്കൂ. ഇതിൻ്റെ നടുവിൽ ആരെങ്കിലും ഏതെങ്കിലും പ്രയാസം, തളർവാദമായി, രോഗം മാത്രമല്ല ഏതെങ്കിലും പ്രയാസം ഒരിക്കലും ആരും സഹായിക്കാത്ത വിധത്തിലുണ്ടെങ്കിൽ പറയട്ടെ, നിന്റെ രോഗക്കിടക്ക മടക്കിയെടുത്ത് ശാപക്കിടക്ക ചുരുട്ടിയെടുത്ത് നീ ജീവനിലേക്ക് പോകും. സ്തോത്രം. ഇതാ മനുഷ്യൻ സന്തോഷത്തോடு പോവുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, അവൻ്റെ കിടക്ക എടുക്കുവാൻ പറഞ്ഞു. ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ആ കിടക്ക അവിടെ കിടന്നോട്ടെ, അതാനി അവൻ ആവശ്യമില്ല.
അത് മുഷിഞ്ഞ കിടക്ക. ഇത്രയും നാളും രോഗിയായ തളർവാദ രോഗി കിടന്ന അന്നത്തെ കാലത്തെ കിടക്ക ആർക്ക് വേണം? കർത്താവ് പറഞ്ഞു, കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാം. നമ്മെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും വെട്ടിയെടുത്ത പാറയിലേക്ക് നാം ഓർക്കണം. അഹങ്കരിച്ചു പോകരുത്. പലപ്പോഴും സംഭവിക്കുന്നത്, കൂട്ടായ്മയിൽ വരുന്നു, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, ഒരു ദൈവദാസൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം ശരിയാണ്. ഈ സന്തോഷമൊക്കെ ലഭിച്ചതിന് ശേഷം നമ്മളിതെല്ലാം മറന്നു പോകും. നമ്മളെ ആ കിടക്ക ഓർക്കുമ്പോൾ അവന് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ സാധിക്കുമോ? അവൻ കിടന്ന കിടക്ക എടുത്തുകൊണ്ടാണ് അവൻ പോകുന്നത്. അവന് ദൈവത്തെ മറക്കാൻ സാധിക്കുമോ? ആ 4 കൂട്ടുകാരെ മറക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. അവനിതാ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ പോകുന്നു. അതിൻ്റെ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് അവൻ്റെ പാപങ്ങൾ മോചിച്ച് കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ നടുവിൽ ഏതെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുക എന്നുള്ളതാണ്. അതോടുകൂടെ എല്ലാറ്റിനും സമാധാനമായി. ഒരുപക്ഷെ രോഗം മാറാതെയാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിലും, ഒരിക്കൽ കൂടെ പറയാം, ഒരുപക്ഷെ രോഗം മാറാതെയാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിലും, ഒരുപക്ഷെ നിങ്ങൾ 50 വയസ്സിൽ താഴെയോ അല്ലെങ്കിൽ അതിൽ വളരെ ചെറുതോ പ്രായത്തിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, നിങ്ങളൊരു ഭാഗ്യവാനാണ്. നിങ്ങൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചെങ്കിൽ നിങ്ങളൊരു ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹിതരില്ല കുരിശിൽ. 4 സ്നേഹിതന്മാർ ഈ പക്ഷവാത രോഗിക്ക് ചുരുങ്ങിയ പക്ഷം ഉണ്ടായിരുന്നു. നമുക്കൊരു പക്ഷേ അതുപോലെ കാണുമായിരിക്കും. എന്നാൽ കുരിശിൽ കർത്താവ് കിടന്നപ്പോൾ ഒരു സ്നേഹിതനും അവിടെ ഉണ്ടായിരുന്നില്ല. അവനൊരല്പം ആശ്വാസം കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അവനെ ദൂഷിച്ചു, ഉപദ്രവിച്ചു, ആ നഗ്നനാക്കി, കോലുകൊണ്ട് തലയിൽ അടിച്ചു, അവൻ്റെ പുറം ഉഴവചാല് പോലെ കീറി, രൂപം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവനെ വിരൂപമാക്കിയപ്പോൾ ആരും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കടന്നു പോകുന്നവർ പോലും തലകുലുക്കി അവനെ ദുഷിച്ചു. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ നമ്മെ ചുമക്കുകയായിരുന്നു. കുരിശിൽ അവൻ പാപമല്ല, പാപം ശരിയാണ്, പാപം ചുമന്നു, എന്നെ ചുമക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം. നാം എന്ത് തീരുമാനിക്കുന്നു? നാം കർത്താവിനെ സ്നേഹിക്കുമോ? നമ്മുടെ പാപങ്ങളെല്ലാം ചുമന്ന് കുരിശിൽ മരിച്ച നസ്രയനായ യേശുവിനെ നാം കാണുന്നുവോ? ജീവിതം അവനായി സമർപ്പിക്കുന്നുവോ? അവനെ സ്നേഹിക്കുന്നുവോ? അവനെ അനുസരിക്കുന്നുവോ? അവന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നുവോ? നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അവിടെ നിന്ന് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ വായിച്ച് കേൾപ്പിച്ച ഞങ്ങൾക്ക് തന്ന വചനത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, ആ പക്ഷപാതക്കാരൻ്റെ രോഗങ്ങൾ സൗഖ്യമാക്കിയത് ഞങ്ങൾ കേട്ടു. കർത്താവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ പാപങ്ങളെല്ലാം അവിടെ നിന്ന് ക്ഷമിച്ചുവെന്ന ഉറപ്പ് തന്ന് സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. കർത്താവേ, ഇതിൻ്റെ നടുവിൽ ആവശ്യക്കാരായിട്ടുള്ളവരെ അവിടുത്തെ വലതുകരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. എല്ലാ മഹത്വവും യേശു ക്രിസ്തുവിന് മാത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.